റയൽ മാഡ്രിഡ് ഡിഫൻഡറായിട്ടുള്ള ഡാനി കർവഹാൽ ഒരു കാര്യം വ്യക്തമാക്കുന്നു. അദ്ദേഹം വ്യക്തമാക്കുന്നതിങ്ങനെയാണ്: ഏറ്റവും മോശം അവസ്ഥയിലാണ് റയൽ മാഡ്രിഡ്. ഈ സമയത്തിന് ഏറ്റവും വലിയ ഉത്തരവാദി ഞങ്ങൾ കളിക്കാരാണ്. ഓരോ കളിക്കാരനും സ്വയം വിമർശനം നടത്തേണ്ടിയിരിക്കുന്നു എന്നാണ് റയൽ മാഡ്രിഡ് ഡിഫൻഡറായിട്ടുള്ള ഡാനി കർവഹാൽ വ്യക്തമാക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മറുപടി താഴെ കമൻ്റായിട്ട് അറിയിക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോഴത്തെ റയൽ മാഡ്രിഡിൻ്റെ ഒരു അവസ്ഥ ഞാൻ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. വളരെ മോശം അവസ്ഥയിലൂടെയാണ് റയൽ മാഡ്രിഡ് എന്ന് പറയുന്ന ആ ടീം പോകുന്നത്. അപ്പോൾ റയൽ മാഡ്രിഡ് എന്ന് പറയുന്ന ആ ടീമിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ, ആ ടീം മാറണമെങ്കിൽ ആ ടീമിലെ മാനേജറോ ആ ടീമിലെ പ്രസിഡൻറ്റോ ആ ടീമിലെ ബാക്കി ഭാരവാഹികളോ അല്ല പുരോഗതി ചെയ്യേണ്ടത്. അവരും ചെറുതായിട്ട് ചെയ്യണം. പക്ഷേ ഒരു ടീം മികച്ചതാവേണ്ടത്, ഒരു ടീം മികച്ചതാകുന്നത് ആ ടീമിലെ പ്ലേയേഴ്സും ആ ടീമിലെ കോച്ചുമാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഒരിക്കലും അയ്യോ ഞങ്ങൾ ആകെ ഇങ്ങനെ ആയല്ലോ, ഞങ്ങൾക്കിനി മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ, ഞങ്ങൾക്ക് എല്ലാ കളിയിലും പോകണം, പ്രത്യേകിച്ച് ഒരു ചെറിയൊരു ഡിവിഷനിൽ ഉള്ള ഒരു ടീമിൻ്റെ ഒപ്പം വരെ ഞങ്ങൾ തോറ്റു, എന്നിട്ടും എന്താണ് ഞങ്ങൾക്ക് പറ്റിയത്, അങ്ങനെ എന്താ പറയുക, ഇങ്ങനെ പറയാതെ ഞങ്ങൾക്ക് വിജയിക്കാൻ പറ്റും, നമ്മൾക്ക് എവിടെയാണ് പിഴച്ചത്, എവിടെയാണ് നമുക്ക് പിഴവ് പറ്റിയത്, ആ പിഴവ് പറ്റിയതിൽ നിന്ന് മുന്നോട്ട് വരുമ്പോഴാണ് ഓരോരുത്തർക്കും കഴിക്കാൻ കഴിയുന്നത് എനിക്ക് അറിയുന്നത്. കാരണം നമുക്കറിയാം, റയൽ മാഡ്രിഡ് എന്ന് പറയുന്ന ആ ടീമിന് നമുക്കറിയാം ടീമില്ലാത്ത പ്രശ്നമല്ല, അതായത് പ്ലേയേഴ്സ് ഇല്ലാത്തൊരു ടീമല്ല. മികച്ച പ്ലേയേഴ്സ്, വിനീഷ്യസ് ജൂനിയർ, ജൂഡ് ബെല്ലിങ്ങാം, എംബാപ്പെ, അങ്ങനെ തുടങ്ങി നിരവധി പ്ലേയേഴ്സ് അതിലുണ്ട്. ഇപ്പോൾ ഒരു കുറച്ച് റൂമറുകളും കേൾക്കുന്നുണ്ട്. മാഞ്ചസ്റ്റർ സിറ്റി സൂപ്പർ താരമായിട്ടുള്ള ഹാലൻഡിനെ വരെ അവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ നമുക്ക് കേൾക്കണം. അതുകൊണ്ട് തന്നെ ഇത് അവർക്ക് പ്ലേയേഴ്സ് ഉണ്ട്. നമുക്ക് എവിടെയാണോ പേച്ചത്, റയൽ മാഡ്രിഡിന് എവിടെയാണോ പേച്ചത്, ആ പേവ് കണ്ടെത്തി അതിൽ നിന്ന് ഇമ്പ്രൂവ്മെൻ്റ് കണ്ടുപിടിച്ച് വരുന്ന ഇനിയുള്ള മത്സരങ്ങൾ അടിപൊളിയാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ ഫുട്ബോൾ റിലേറ്റഡ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ബൈ.